ബൈബിളിൽ മറ്റേതൊരു സ്ത്രീയെക്കാളും കൂടുതൽ തവണ എസ്തേറിനെ പരാമർശിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിൽ എസ്തേറിന്റെ പേരിലുള്ള പുസ്തകത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ പരാമർശിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമോ? യഹൂദയിലെ അനാഥ യുവതിയായ ഹദസ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ വിശ്വാസത്തിന്റെ സ്വയത്യാഗത്തിന്റെ കഥയാണ് എസ്തേർ. എസ്തേറിന്റെ കഥ നടക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ അഹശ്വേരോശ് രാജാവിന്റെ ഭരണകാലത്താണ്. മഹാനായ ദാരിയാസിന്റെ മകനായ ഇദ്ദേഹം BC 486-465 വരെ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ച ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചിരുന്നു. യഹൂദ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബെന്യാമീൻ ഗോത്രത്തിന്റെ പിൻഗാമിയായിരുന്നു എസ്തേർ എന്ന ഹദസ. അവളുടെ പൂർവികർ ഏകദേശം 100 വർഷം മുമ്പ് ബാബിലോണിലേക്ക് ബന്ദികളാക്കപ്പെട്ട യഹൂദന്മാരിൽ ഉൾപ്പെട്ടവരായിരുന്നു. ജെറുസലേമിലേക്ക് മടങ്ങി വരാൻ സാഹചര്യമുണ്ടായിരുന്നിട്ടും അതിന് തയ്യാറാകാതെ നിരവധി ജൂതന്മാർ പേർഷ്യൻ സാമ്രാജ്യത്തിന് ചുറ്റും സ്ഥിരതാമസമാക്കി തുടരാൻ താൽപര്യപ്പെട്ടു വന്നു. എസ്തേറിന്റെ മാതാപിതാക്കളുടെ മരണശേഷം പേർഷ്യൻ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ച തന്റെ ഒരു ബന്ധുവായ മോർദെഖായി അവളെ വളർത്തി. എസ്തേറിന്റെ ഈ ജീവിത കഥയ്ക്ക് വളരെ ജനപ്രീതിയുണ്ട്. കാരണം ജീവചരിത്രത്തിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട നായകന്മാരും വില്ലന്മാരുമുണ്ട്. നാടകീയമായി ആവേശം കൊള്ളിക്കുന്ന ഒരു കഥ പോലെയാണ് ഈ സംഭവ ചരിത്രം രചിച്ചിരിക്കുന്നത്. ഭരണാധികാരികൾ ദൈവത്തോട് തിന്മ ചെയ്യാൻ പദ്ധതിയിടുമ്പോൾ പോലും അപകടത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും നമ്മെ വിടുവിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ആത്മീയ സത്യങ്ങളെയാണ് എസ്തേറിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ നാമമോ ദൈവികതയെക്കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശങ്ങളോ മുഴുവൻ കഥയിലും ദൃശ്യമാകുന്നില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ ജനത്തിന്റെ വിടുതലും ഈ കഥയിൽ ഉടനീളം വ്യക്തമായി അനുഭവപ്പെടും. ഈ സ്ത്രീ കഥാപാത്രത്തെ 2 പേരുകളിൽ വിളിച്ചിരിക്കുന്നു: ഹദസ എന്നും എസ്തേർ എന്നും. ഹദസ എന്ന ഹിബ്രു വാക്കിനർത്ഥം സുഗന്ധമുള്ള ഒരുതരം കുറ്റിച്ചെടി എന്നാണ്. അത് കൊഴുന്തെന്നോ മൈലാഞ്ചി എന്നൊക്കെ വിമർത്തനം ചെയ്യാം. എസ്തേർ 2:7 മാത്രമാണ് ഈ പേര് പരാമർശിക്കപ്പെടുന്നത്. അടുത്തതായി, എസ്തേർ എന്നത് നക്ഷത്രം എന്നർത്ഥമുള്ള പേർഷ്യൻ പേരാണ്. എസ്തേർ എന്ന പേര് ഒരു പ്രാദേശിക ദേവതയായ ഇസ്താർ ദേവിയുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്ത് ഇസ്രായേലിൽ നിന്നും അകലെ ദൂരദേശങ്ങളിൽ യഹൂദന്മാർ താമസിക്കുമ്പോൾ 2 പേരുകൾ അവർ സ്വീകരിച്ചിരുന്നു. ഒന്ന്, അവർ സ്വീകരിച്ച സംസ്കാരത്തിൽ അവരെ മനസ്സിലാക്കാനുള്ളതും 2, ഹിബ്രു ഭാഷയിൽ നൽകിയിരിക്കുന്ന അവരുടെ വിശുദ്ധ നാമവുമാണ്. തന്റെ ആളുകളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം കൊടുക്കുന്നതും ഏറ്റവും സമ്മർദ്ദപൂരിതമായ സാഹചര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ സേവിക്കുന്നതിൽ അവൾ മികച്ച മാതൃകയാകുന്നു. യേശുക്രിസ്തു പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നിർണായക നിമിഷങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ നൽകിയേക്കാവുന്നതിന് വിപരീതമായി ശരിയായ കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? എസ്തേർ നമുക്ക് നല്ലൊരു മാതൃകയാണ്. അവളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാം. നമുക്ക് എസ്തേറിലേക്ക് മടങ്ങിച്ചെല്ലാം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ പ്രീതി. എസ്തേർ രാജ്ഞി രാജാവിനെ അവന്റെ സിംഹാസന മുറിയിൽ സമീപിച്ചപ്പോൾ ഈ 2 വാക്കുകളിലായിരുന്നു അവളുടെ മുഴുവൻ ചിന്തയും. കാരണം രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് രാജാവ് അവളുടെ മുഖം കാണുമ്പോൾ അവളോട് പ്രീതി കാണിക്കുകയും സ്വർണ്ണ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടുകയും ചെയ്യുന്നില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ രാജാവിനെ സമീപിച്ചതിന് അവൾക്ക് വധശിക്ഷ നൽകും. അത് ആരാണെങ്കിലും ഇത് തന്നെയാണ് നീതി. എസ്തേറിന് അവളുടെ പ്രവൃത്തിയുടെ അനന്തര ഫലം നന്നായി അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം ജനത്തിന്റെ കഷ്ടതയും ദുഃഖവും എസ്തേറിനെ സ്വന്തം ജീവിതം പണയപ്പെടുത്തി പ്രവർത്തിപ്പിക്കാൻ ആവേശം കൊള്ളിച്ചു. എസ്തേർ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട രാജാവ് പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. അവളെ തന്റെ മുമ്പിൽ വരുവാൻ അനുവാദം നൽകി. അവൾ മുമ്പിൽ വന്ന് ചെങ്കോലിന്റെ അറ്റം തൊട്ടു. എസ്തേറിന്റെ ഈ അസാധാരണമായ ധൈര്യം വിശ്വാസത്തിൻ്റെതായിരുന്നു. എന്നാൽ അവളുടെ വിശ്വാസത്തിന്റെ യാത്ര
വളരെ മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. എസ്തേർ എന്ന ഈ അനാഥ പെൺകുട്ടിയെ എടുത്തു വളർത്തിയത് മൊർദെഖായിയാണ്. വളർന്നു വരുമ്പോൾ മൊർദെഖായിയുടെ അനുഗ്രഹത്തോടെ ഒരു യഹൂദ യുവാവിന് വിവാഹം കഴിക്കാൻ അവൾക്ക് ചിന്തയുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവളുടെ ജീവിതത്തിൻ്റെ വഴി തിരിയുന്നത് ഒരു വിളംബരത്തോടു കൂടെയാണ്. തൻ്റെ പുതിയ രാജ്ഞിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സൗന്ദര്യ മത്സരത്തിനായി എല്ലാ സുന്ദരികളായ കന്യകമാരെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ സുന്ദരിയും കന്യകയുമായ എസ്തേറിനെയും മറ്റ് സ്ത്രീകളോടൊപ്പം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ മറ്റു കന്യകമാരിൽ കാണാൻ കഴിയാത്ത പ്രത്യേകത എസ്തേറിൽ കാണാമായിരുന്നു. അവളെ കാണുന്ന എല്ലാവരുടെയും പ്രീതി അവൾ നേടി. അങ്ങനെ രാജാവും അവളെ തൻ്റെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു. ഒരു യഹൂദ അനാഥയ്ക്ക് കിട്ടാവുന്നതിലും അപ്പുറമായ സൗഭാഗ്യങ്ങൾ അവൾക്ക് കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചു. അവളുടെ വംശവും കുലവും ഗോത്രവും രഹസ്യമായി മറച്ചു വെച്ചതുകൊണ്ട് യഹൂദ വിരോധികളിൽ നിന്ന് പോലും അവൾക്ക് പ്രീതി ലഭിച്ചു. കാരണം ആരും തന്നെ അവളുടെ കുലം ഗോത്രം അറിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ആ രഹസ്യത്തെ അവൾക്ക് അധിക നാൾ മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഒരു വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടി അവൾ കടന്നു പോകേണ്ടിയിരുന്നു. രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവായ ഹാമാൻ യഹൂദന്മാരെ, പ്രത്യേകിച്ച് മൊർദെഖായിയെ വെറുത്തിരുന്നു. അവരെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തി. തൻ്റെ ഉപദേഷ്ടാവ് ചെയ്യുന്നതിൻ്റെ ഭയാനകതയെക്കുറിച്ച് രാജാവിന് അറിവില്ലായിരുന്നെങ്കിലും തൻ്റെ ഈ ഗൂഢാലോചനയ്ക്കും ദുഷ്പ്രവൃത്തിക്കും രാജാവിൽ നിന്ന് തന്ത്രപൂർവം പിന്തുണ ഹാമാൻ നേടിയിരുന്നു. യഹൂദന്മാർ ഈ പ്രശ്നത്തെ അതിജീവിക്കണമെങ്കിൽ ഹാമാന്റെ പദ്ധതി പരാജയപ്പെടേണ്ടിയിരുന്നു. ഈ പ്രശ്നത്തിൽ നിന്നും തൻ്റെ ജനത്തെ രക്ഷിക്കാൻ എസ്തേറിന് കഴിയുമെന്ന് മൊർദെഖായി ഉറച്ചു വിശ്വസിച്ചു. ഇതൊരു നല്ല ആശയവുമായിരുന്നു. എന്നാൽ മൊർദെഖായിയുടെ ഈ ആശയത്തെ തകിടമറിച്ചുകൊണ്ട് എസ്തേറിൻ്റെ മറുപടി ഇങ്ങനെ വന്നു: രാജാവിൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ മുൻപാകെ പോകുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. രാജാവ് തൻ്റെ നേരെ സ്വർണ്ണ ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ രാജാവിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ കൊല്ലപ്പെടും. ഈ 30 ദിവസത്തിനകം എന്നെ അവൻ വിളിച്ചിട്ടുമില്ല എന്നവൾ പറഞ്ഞു. എസ്തേറിൻ്റെ ഈ പ്രതികരണം കേട്ടപ്പോൾ ഉറച്ച വിശ്വാസം പ്രകടമാക്കി മൊർദെഖായി ഇങ്ങനെ പറഞ്ഞു: നീ രാജസന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആർക്കറിയാം. ഈ വാചകങ്ങൾ ബൈബിളിലെ പ്രശസ്തമായ ഉദ്ധാരണികളിൽ ഒന്നായി മാറി. തൻ്റെ വംശം വെളിപ്പെടുത്താതെ രാജകൊട്ടാരത്തിൽ രഹസ്യമായി കഴിയാം. ഹാമാന്റെ വംശഹത്യയുടെ സമയത്ത് നീ രക്ഷപ്പെടുമായിരിക്കാം. എന്നിരുന്നാലും കൊട്ടാരത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ അത്തരം സുരക്ഷിതത്വം അധികനാൾ നിലനിൽക്കയില്ല. എന്തിനാണ് ദൈവം അവളെ അധികാര സ്ഥാനത്തേക്ക് ഉയർത്തിയതെന്ന് നോക്കാൻ മൊർദെഖായി അവളെ പ്രേരിപ്പിച്ചു. മൊർദെഖായിയുടെ മറുപടി കേട്ട് ചിന്തിച്ച് എസ്തേർ തലസ്ഥാന നഗരിയിലെ തൻ്റെ എല്ലാ ജനങ്ങളോടും 3 രാവും 3 പകലും തന്നോടൊപ്പം ഉപവസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ആ സമയത്ത് അവൾ തൻ്റെ ജനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനും രക്ഷിക്കാനുമുള്ള ജ്ഞാനത്തിനും മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും വേണ്ടി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. ദൈവം എന്നെ മരിക്കാൻ അനുവദിച്ചെങ്കിൽ അങ്ങനെയാകട്ടെ. എല്ലാം എങ്ങനെ അവസാനിച്ചാലും ഞാൻ വിശ്വാസത്താൽ ഇറങ്ങും. എൻ്റെ ആളുകളെ രക്ഷിക്കും. അല്ലെങ്കിൽ ശ്രമിച്ച് ഞാൻ മരിക്കും. ഇതായിരുന്നു അവളുടെ മനോഭാവം. ഈ ഭൂമിയിൽ നമ്മുടെ വ്യക്തിപരമായ നിലനിൽപ്പിനും അപ്പുറം പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് എസ്തേർ തിരിച്ചറിഞ്ഞു. ഇതുപോലെ നാമും തിരിച്ചറിയേണ്ടതുണ്ട്. ഉപവാസത്തിൻ്റെ 3 രാവും 3 പകലും കഴിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്യണമെന്ന് എസ്തേർ ചിന്തിച്ചു. രാജാവ് അവളെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് ഇതുവരെയും ഉറപ്പില്ല. പക്ഷെ അവൾ വിശ്വാസത്താൽ ഇറങ്ങി. തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു.
തന്റെ ഭർത്താവിന്റെ ദൃഷ്ടിയിൽ ദൈവം തനിക്ക് പ്രീതി നൽകുമെന്ന് വിശ്വസിച്ച് 3-ാം ദിവസം രാജാവിന് യോഗ്യമായ രീതിയിൽ വിരുന്നൊരുക്കി രാജവസ്ത്രം ധരിച്ച് രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിലിനു നേരെ നിന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എസ്തേറിന് വിശ്വാസത്തിന്റെ പ്രതിഫലനം ലഭിച്ചു. രാജാവ് ചെങ്കോൽ നീട്ടി അവളുടെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല, നിനക്ക് എന്താണ് വേണ്ടതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും നൽകാമെന്ന് രാജാവ് പറഞ്ഞു. തന്റെ അപേക്ഷ ഉടൻ വെളിപ്പെടുത്തുന്നതിനു പകരം എസ്തേർ താൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചുകൊണ്ട് രാജാവിനെ ക്ഷണിച്ചു. തന്റെ അഭ്യർത്ഥന പ്രകാരം ഉപദേഷ്ടാവായ ഹാമാനെയും കൂട്ടി വരാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ അവർ വിരുന്നിൽ വരികയും ചെയ്തു. വിരുന്നിൽ വെച്ച് രാജാവ് എസ്തേറിനോട് എന്താണ് നിന്റെ അപേക്ഷ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ, പിറ്റേ ദിവസത്തെ 2ാമത്തെ വിരുന്നിൽ വരണമെന്നും അന്ന് ഞാൻ ചോദിച്ചു കൊള്ളാമെന്നും മറുപടി കൊടുത്തു. എസ്തേർ 2ാമത്തെ വിരുന്ന് ഒരുക്കിയപ്പോൾ ദൈവം ഹാമാന്റെ തകർച്ചയ്ക്കായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ദിവസത്തിൽ ഹാമാനെ മൊർദെഖായിയെ ബഹുമാനിക്കേണ്ടതായി വന്നു. എസ്തേർ തന്റെ ജനത്തെ ഹാമാനിൽ നിന്നും രക്ഷിക്കാൻ രാജാവിനോട് അപേക്ഷിച്ചു. താൻ കുഴപ്പത്തിലായി എന്ന് ഹാമാൻ കണ്ടു. എസ്തേറിനോട് തന്റെ പ്രാണനായി അപേക്ഷിച്ചു തുടങ്ങി. പക്ഷെ ഫലം കണ്ടില്ല. രാജാവ് അവനെ തൂക്കുമരത്തിൽ തൂക്കിക്കൊന്നു. എസ്തേറിന്റെ ചാർച്ചക്കാരനാണ് മൊർദെഖായി എന്ന് അവിടെ വെച്ച് രാജാവ് അറിഞ്ഞു. കൊട്ടാരത്തിൽ പ്രവേശനം കൊടുത്തു. പക്ഷേ ഹാമാന്റെ മരണത്തിന് ശേഷവും ഹാമാന്റെ ദുഷ്ടകൽപ്പന യഹൂദന്മാരുടെ മേൽ നിലനിന്നിരുന്നു. എസ്തേർ രാജാവിനോട് അപേക്ഷിച്ച് ആ കൽപ്പനയെ നിഷ്ഫലമാക്കി. ജനത അങ്ങനെ സ്വതന്ത്രമായി. ഹാമാന്റെ കയ്യിൽ നിന്നും എടുത്ത മുദ്രമോതിരം മൊർദെഖായിക്ക് രാജാവ് വിട്ടുകൊടുത്തു. ഹാമാന്റെ ഗ്രഹം എസ്തേറിന് ദാനമായി രാജാവ് നൽകി. എസ്തേർ മൊർദെഖായിയെ ആ ഗ്രഹത്തിനുമേൽ വിചാരകനാക്കി. അങ്ങനെ ഹദസ എന്ന എസ്തേർ രാജ്ഞിയുടെ വിശ്വാസത്തിലൂടെ ദൈവം യഹൂദന്മാരെ രക്ഷിച്ചു. യഹൂദന്മാരുടെ മഹത്തായ ദേശീയ ഉത്സവമായ പൂരിയും ആ സംഭവത്തെ അനുസ്മരിക്കുന്നു. എസ്തേറിന്റെ വിശ്വാസം നമുക്ക് നൽകുന്ന 3 പാഠങ്ങളുണ്ട്. 1. ദൈവത്തിന്റെ അദൃശ്യകരം തന്റെ മക്കൾക്ക് സഹായത്തിനായുണ്ട് എന്ന് അറിയുക. 2. എപ്പോഴും നമ്മുടെ വിശ്വാസം ശക്തി ഉള്ളതായിരിക്കണമെന്നില്ല. പക്ഷെ പ്രധാന കാര്യം നമ്മുടെ വിശ്വാസം ദുർബലമായിരിക്കുമ്പോൾ പോലും വിശ്വാസത്തോടെ ചെയ്യേണ്ടതെന്തോ അത് ശരിയായി ചെയ്യുക എന്നതാണ്. വിശ്വാസത്തിന്റെ കുറവിനെ ഒരിക്കലും പരിഗണിക്കരുത്. 3. മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശവും പ്രാർത്ഥനയും ആവശ്യമായി വന്നേക്കാം. അതിനെ സ്വീകരിക്കുക.